ഹലോ ഗായ്സ്, വെൽക്കം ടു മിക്സ് ബീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കെല്ലാം ഒരിക്കലും സ്വാഗതം. ഗായ്സ്, നമ്മളിതാ പുതിയൊരു വേൾഡ് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ബ്ലോക്ക് ഇട്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് കഴിഞ്ഞാണ് കളിക്കാം. നിങ്ങൾ ഇന്നല്ലേ ഒരു വീഡിയോ ഇട്ടത്, അതിനകത്ത് വീട് പണി എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വീട് പണിയൊക്കെ ചെയ്യാം, വീട് പണി എന്ത് ചെയ്യുക, വീടെന്ത് ചെയ്യുക, വേൾഡ് എന്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടിപ്പോയത്. ഇന്നത്തെ പോലെ തന്നെ പിന്നെ സംഭവിച്ചു. ആ വേൾഡ് ഡി ആയിപ്പോയി. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഡി എന്ന് പറഞ്ഞാൽ എൻ്റെ പുതിയ ഫോണിൽ ഞാൻ കണ്ടുപിടിച്ചൊരു വേർഡാണ്. ഈ സീരീസിനകത്ത് ഏറ്റവും ഞാൻ ഉപയോഗിക്കാൻ വന്ന സ്പെല്ലിങ്ങും കൂടിയാണ് ഡി. ഡി എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? എന്നത്തെയും പോലെ തന്നെ ഞാൻ ഡി ആക്കി. മനസ്സിലായല്ലോ? What? Bro, what are you talking about, man? ഈ വേൾഡ് നടക്കാൻ ഈ വേൾഡെങ്കിലും ഞാൻ വൃത്തിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാം ഗൈസ്. എല്ലാ വേൾഡും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടോ എന്ന് വിചാരിച്ചില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എല്ലാം കുറഞ്ഞു വരും. സോറി ഗൈസ്, വെരി സോറി. എല്ലാ വേൾഡും ഞാൻ ഉന്മേഷത്തോടെ തുടങ്ങും, നല്ല സങ്കടത്തോടെ അവസാനിപ്പിക്കും. കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് പോലും 3 എപ്പിസോഡ് പോലും ഞാനില്ല. അപ്പോഴത്തേക്ക് ആ വീഡിയോ വേൾഡ് അടക്കം സോറി ഗൈസ്. കുഞ്ഞു കൂടെ പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുള്ള് ടോണിലോട്ട് മാറും. പണിയൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കോളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുഞ്ഞു വീഡിയോ എനിക്കറിയാം, 3 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ വീഡിയോ. പക്ഷെ എന്ത് ചെയ്യാനൊക്കെ വെരി സോറി. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സീസണിൽ ഞാൻ വൃത്തിക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാൻ ഇതിൻ്റെ വാക്കാണ്. ഇത് ഞാൻ മിനിമം ഒരു 50 എപ്പിസോഡ്, 50 പോട്ടെ, 10 എപ്പിസോഡ് എൻ്റെ വാക്ക 10 എപ്പിസോഡ് ഞാൻ മുന്നോട്ട് പോകും. ശ്രദ്ധിക്കാൻ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചോളാം. എന്നോട് ക്ഷമിക്കണേ, സോറി. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് ഞാൻ പറയൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് പോലും പൂർത്തിയാക്കാതെങ്കിലും നല്ല സങ്കടമുണ്ട് ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ കിട്ടിയിട്ട് നോക്കിക്കാൻ ഞാൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ചിലപ്പോൾ ഇതായിരിക്കും ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ വീഡിയോ എന്നാണ് ഞാൻ പറയുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം, വീഡിയോ ലൈക്കും ചെയ്യണം. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കാണുമ്പോഴാണ് എനിക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള എനർജി കിട്ടുക. ഓരോരോ മണ്ടത്തിൽ ഞാൻ ഇങ്ങനെ പോയി കാണിച്ചുകൊണ്ടിരിക്കും. പ്ലീസ് ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.
ലൈക്കും ചെയ്യണേ. 10 ലൈക്കേ ഉള്ളൂ എൻ്റെ ലൈക്ക് ടാർഗറ്റ്. അത്രേ ഉള്ളൂ, ആയിട്ടില്ല. തട്ടിക്കൂട്ട് ബീഫ് പോലെ ഉണ്ടാക്കാണ്. 4, 5, 6, 7, 9, 10, 11, 12, 14, 14 എഴുതാം. തീർന്നോ? ഡർട്ടിനും ക്ഷാമോ? ഈശോയെ, ഈ പാപിക്ക് മാപ്പ് നൽകൂ. അതേപോലെ തന്നെ പ്രേക്ഷകരെ, ഈ പാപിക്ക് മാപ്പ് നൽകൂ. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഗൈസ്, അറിയാണ്ട് പറ്റിപ്പോകണം. എന്ത് ചെയ്യാനാ? ഞാനൊരു സ്കൂൾ കുട്ടിയല്ലേ, അറിവെല്ലാം സ്വാഭാവികം. രാവിലെ തന്ന ടീച്ചർ തന്ന ഹോംവർക്ക് വരെ ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് മറന്നുപോയി. എന്നോടാണ് നിങ്ങൾ വന്നിട്ട് കേട്ട് സൂക്ഷിക്കാനെന്നൊക്കെ പറയുന്നത്, വീഡിയോസ് എടുക്കാനൊക്കെ പറയുന്നത്. അടുത്ത എപ്പിസോഡിനകത്ത് വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് അങ്ങനൊക്കെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ നോക്കണം എൻ്റെ ഗതി. വിധി തൂക്കി, അത്രേ എനിക്ക് പറയാൻ പറ്റുമോ? അതിലല്ല, ഡയറക്റ്റ് വീടാണെങ്കിലും ഒന്ന് അലങ്കരിക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. ഇത്രയുള്ള നമ്മളുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഇത്രയും ഞാൻ ചെയ്തോളൂ. ഇത്രയുള്ളൂ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നല്ല പ്രോഗ്രസ് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റോണിലോട്ട് മാറി ഒരു വീട് വെച്ചു, ഒരു ഫർണസ് ഉണ്ടാക്കി, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി, ഒരു ചെസ്റ്റ് ഉണ്ടാക്കി. ഇത്രയും പ്രോഗ്രസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡുമായി കാണാം. ടാറ്റ ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ വീണ്ടും എൻ്റെ വീടിൻ്റെ ശരിക്കുള്ള വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റുമോ നോക്കണം. സ്റ്റാർട്ടർ ബേസിൻ്റെ അല്ല, ഇതാണ് സ്റ്റാർട്ടർ ബേസ്. ഇത് മെയിൻ ബേസിൻ്റെ പണി തുടങ്ങാൻ പറ്റുമോ ഞാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്. ഓക്കെ, ബൈ ബൈ. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.